കൊല്ലം കടക്കലിലെ CPM ആക്രമണത്തിൽ പ്രതികളെ സംരക്ഷിച്ച് പോലീസ്. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ നൽകിയത് വ്യാജ ഒപ്പിട്ട പകർപ്പെന്ന് പരാതിക്കാരി. പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഒപ്പ് തന്റേതല്ലെന്നും താൻ നൽകിയ മൊഴിയിൽ പലതും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പരാതിക്കാരി അനുപമ സന്തോഷ് പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയായി വിജയിച്ച അനുപമയെയും പ്രവർത്തകരെയും CPM ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തിരുന്നു. എന്നാൽ FIRൽ മർദ്ദിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആഹ്ലാദ പഠനം നടത്തുന്ന വേളയിൽ CPMന്റെ ഗുണ്ടകളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ സ്ത്രീ പ്രവർത്തകരെ എല്ലാവരെയും മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതിന്റെ കേസ് മൊഴിയെടുക്കാനായി വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ കൊടുത്ത മൊഴികൾ ഒന്ന് FIR വന്നപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ അതിൽ എനിക്ക് സംശയം തോന്നി. ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴിപ്പകർപ്പ് തിരിച്ചെടുത്തു വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ മാറ്ററൊന്നും, ആ പ്രവർത്തകരെ മർദ്ദിച്ചതൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ മൊഴി വായിച്ചു നോക്കി ശരി തന്നെ എന്ന് എഴുതിയ ആ ഒരു സെന്റൻസ്, എൻ്റെ കൈ കൊണ്ട് എഴുതിയ സെന്റൻസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നില്ല. അതിൻ്റെ സൈൻ കള്ള ഒപ്പിട്ടാണ് അവർ വെച്ചേക്കുന്നത്. ആ ഒരു പേപ്പറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത്രയും വലിയ കേസിന്, വകുപ്പെടുക്കേണ്ട കേസിനെ വെറും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള വകുപ്പാക്കി തീർത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഒരു ചുവപ്പ് കോട്ടയിൽ BJPയുടെ താമര വിരിയുന്നു. സ്വാഭാവികമായും പതിവ് പോലെ, എല്ലാ കാലത്തെയും പോലെ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ തോൽക്കുമ്പോൾ ആക്രമണം അഴിച്ചുവിടുക CPMൻ്റെയും ഇടതിൻ്റെയും ഒരു രീതിയാണ്, ശൈലിയാണ്. അത് കടക്കൽ പോലൊരിടത്ത് BJP വിജയിച്ചതിൻ്റെ നാണക്കേട് ആക്രമണങ്ങളിലൂടെ മറികടക്കുക എന്നതായിരുന്നല്ലോ CPMൻ്റെ നീക്കം. എന്നിട്ട് പോലീസ് അവർക്ക് കുടപിടിക്കുന്നു. അതല്ലേ ആവർത്തിച്ച് വ്യക്തമാകുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നെയാണ് ഈ കടക്കലിൽ ഇത്തരം വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണം CPM അഴിച്ചുവിടുന്നത്. അത് സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളവർക്കും നേരെയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി ആക്രമിക്കുകയും അവിടെ സാധനങ്ങൾ ഉൾപ്പെടെ കത്തിക്കുകയും ചെയ്തിരുന്നു. അത്രയും ഗുരുതരമായ വിഷയം നടന്നിട്ടും പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് കടക്കൽ പോലീസ് ചുമത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയം തോന്നിയ പരാതിക്കാരിയാണ് താൻ നൽകിയ മൊഴി അതിന്റെ പകർപ്പ് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ തിരിച്ചു കിട്ടിയ ഈ മൊഴി പകർപ്പ് തന്റേതല്ല, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായും തന്റെ ഒപ്പല്ല എന്നുള്ള കാര്യവും ഉൾപ്പെടെ പരാതിക്കാരി പറയുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയപ്പോൾ താൻ വായിച്ചു കേട്ടു എന്ന് ഇട്ടുകൊടുത്ത ഒപ്പല്ല തിരികെ പകർപ്പ് വാങ്ങിയപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണ് CPMും പോലീസുമായി ഒത്തുകളിച്ച് എങ്ങനെയാണ് മൊഴിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള, അതായത് ഒരു നിയമ സംവിധാനം, ഒരു പോലീസ് സംവിധാനത്തെയൊക്കെ വിശ്വസിച്ച് അവിടെ പരാതി നൽകുമ്പോൾ അതിൽ പോലും ഇത്തരത്തിലുള്ള ഒത്തുകളികൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കടക്കൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ്. CPMന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പരാതിക്കാരി തന്നെ പറയുന്നു തന്റെ ഒപ്പല്ല തനിക്ക് ലഭിച്ച ആ ഒരു പകർപ്പിലുള്ളത്. അതിൽ കൃത്യമായുള്ള വ്യത്യാസങ്ങൾ പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. താൻ നൽകിയിട്ടുള്ളത് തങ്ങളെ മർദ്ദിച്ചു എന്നും അതോടൊപ്പം കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ FIRൽ അടക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതികളെ കേസിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ടുള്ള നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്ന്, പേരിന് ഒരു കേസെടുത്തു എന്ന് കാണിക്കുകയും എന്നാൽ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. കാരണം CPM പറയുന്നത് പോലെ അനുസരിക്കാനാണ് അവിടെ ഒരു പോലീസ് സംവിധാനം എന്നുള്ള ആരോപണം തന്നെയാണ് ഉയർന്നത്. എന്തായാലും ഈ ആക്രമണം അങ്ങനെ നിരന്തരം തുടരുന്നായിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് പോലും, അതായത് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് പോലും അവിടെ പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് തങ്ങളല്ലാതെ മറ്റാരും അവിടെ വേണ്ട എന്നുള്ള ഒരു തിട്ടൂരം തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അനുപമ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഈ മൊഴിപ്പകർപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയും തയ്യാറാവുന്നുണ്ട്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ബന്ധപ്പെട്ട് ഇക്കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും വ്യാജ ഒപ്പിട്ട പകർപ്പാണ് നൽകുന്നത്. പറഞ്ഞ മൊഴികളൊന്നും രേഖപ്പെടുത്തുന്നില്ല. ആ പോലീസ് സ്റ്റേഷനിലേക്ക് മനോജ് ഒന്ന് പോയി നോക്കണം. ഇനി അവിടെ ഇരിക്കുന്നത് സഖാക്കളാണോ അതോ SHO അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്രമേൽ ഒരു ആക്രമണം ഉണ്ടായിട്ട് അത് ഒരു തരത്തിലും പരിഗണിക്കപ്പെടാതെ അത് ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെയാണ് എന്നോർക്കണം.
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേരളത്തിന് നല്ലതോ? ഇതൊക്കെ പലവട്ടം ജനങ്ങൾ കണ്ടതും കേട്ടതുമാണ്, അവർ തിരിച്ചറിഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടികൾ പലയിടത്തും ഉണ്ടാകുന്നത് എന്നുകൂടി സഖാക്കൾ ഓർത്താൽ നന്നായിരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.